പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് 18 സീറ്റ് കിട്ടി. ഇത്തവണ ഒരു 30 സീറ്റിലധികം കിട്ടും. വളരെ വലിയ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ഇത്തവണ രാജ്യത്ത് മുഴുവൻ ഉണ്ടാകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പശ്ചിമ ബംഗാളും അതിൽ സുപ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കും. ഈ കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രി നേരിട്ടൊരു ഇടപെടൽ നടത്തിയെന്ന തരത്തിലുണ്ടായിരുന്ന കോടതി വിധി ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം പകരുന്നതാണ് ആ വിധിയെന്ന് തോന്നുന്നുണ്ടോ? വിജിലൻസ് കോടതി അവസാനത്തെ കോടതിയല്ലല്ലോ, ഇനിയും ധാരാളം കോടതികളുണ്ട്. അപ്പോൾ ആ കോടതിയിൽ വരട്ടെ, സമയമാകുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഈ മതിയായ രേഖകളൊന്നും ഇല്ലാതെ ഈ കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം കോടതിയിൽ പോയത് ആരുമായിട്ടുള്ള ഒത്തുതീർപ്പിന് വേണ്ടിയാണെന്നുള്ളത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ളതും കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഈ മാത്യു കുഴൽനാടന് ഓരോ സമയവും ഓരോ രേഖകളാണ് സമർപ്പിച്ചത്. അത് കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചതുമില്ല. അതുകൊണ്ടാണ് കോടതി എന്തടിസ്ഥാനത്തിലാണ് കേസെടുക്കണമെന്നൊരു ചോദ്യം. ഇത് മാത്യു കുഴൽനാടൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതായിട്ടാണ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്. അത് കോൺഗ്രസ്സാണ് കണ്ടുപിടിക്കേണ്ടത്, അവർ പറയേണ്ടത്. കോൺഗ്രസ്സാണ് പറയേണ്ടത്. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ കേസ് ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടും ഈ കേസ് മുഖ്യമന്ത്രിക്ക് ദോഷകരമായിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണോ എന്ന് അവരാണ് പറയേണ്ടത്. ഈ കേസിന്റെ വിധി വരുന്ന ദിവസം മുഖ്യമന്ത്രി വിദേശത്താണ്. മകളും ഭാര്യയും മരുമകനും ഒക്കെ ആയിട്ടൊരു 10-9 ദിവസത്തെ വിദേശ പര്യടനത്തിലാണ് മുഖ്യമന്ത്രി. ഒരു ആശ്വാസ ടൂറായിട്ടാണോ കാണുന്നത്? അല്ല, മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് 19 ദിവസത്തെ ഒരു സ്വകാര്യ പര്യടനം മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ ഭർത്താവും ഒക്കെ കൂടിയിട്ട് നടത്തുന്നത്, അതിനുള്ള ചെലവ് എവിടെ നിന്നാണെന്നുള്ളതാണ്. അതാര് സ്പോൺസർ ചെയ്തതാണ്? ഇതറിയാൻ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി സാധാരണ പറയാറ് അവരുടെ പാർട്ടി നേതാക്കന്മാർ വിദേശ പര്യടനം നടത്തുമ്പോൾ അത് പാർട്ടിയുടെ അനുവാദം വാങ്ങിയിട്ടാണെന്നാണ്. അങ്ങനെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? എം.വി. ഗോവിന്ദനെങ്കിലും അതൊന്ന് പറയണം. കാരണം 19 ദിവസം ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും UAE-യിലുമായിട്ട് കുടുംബസമേതം യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ്, ആ ചെലവ് ആര് വഹിക്കുന്നു, ആരാണ് ഇതിൻ്റെ സ്പോൺസർ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും ആഗ്രഹമുണ്ട്. കാരണം തൊഴിലാളി പാർട്ടിയുടെ, തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ യാത്ര ചെയ്യുന്നത് ആരുടെ പണത്തിൻ്റെ പിൻബലത്തിലാണ്, ആരുടെ സഹായത്തിലാണ് എന്നറിയാൻ ആഗ്രഹം.